നമസ്കാരം. ബിനീഷ് കോടിയേരി ബി.ജെ.പിയിലേക്ക് രാവിലെ നോക്കുമ്പോൾ കോൺഗ്രസിന്റെ ചില സൈബർ കേന്ദ്രങ്ങളിലെ പ്രചരണമാണ്. അതിനിടെ ഈ ഒരു ചിത്രം കൂടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ബിനീഷ് കോടിയേരിയും ഷോൺ ജോർജും പി.സി. ജോർജൊക്കെ നിൽക്കുന്ന ഒരു ദൃശ്യവും അതിൽ ഒരു വ്യക്തി, അത് ആരാണെന്നൊന്നും അറിയില്ല, ഒരു വ്യക്തി എന്തോ കൈമാറുകയാണ്. ഈ ചിത്രം വെച്ചിട്ട് കോൺഗ്രസ് സൈബർ ഹാൻഡിലുകളിലൂടെ നാട്ടിൽ കിടക്കുന്ന സകലമാന കോൺഗ്രസിന്റെ പേജുകളിലേക്കും ഒപ്പം വി.ഡി. സതീശന്, കെ. സുധാകരന്, രാഹുൽ ഗാന്ധിക്ക് വരെ ഹാഷ്ടാഗ് ഇട്ട് ഈ ഒരു ചിത്രവും ആ ക്യാപ്ഷനും വെച്ച് അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്താണ് ഇതിന്റെ വസ്തുതയെന്ന് അന്വേഷിക്കണ്ടേ. അങ്ങനെയാണ് ബിനീഷ് കോടിയേരിയെ നേരിട്ട് വിളിച്ചിട്ട് എന്താണ് ഈ ചിത്രത്തിന്റെ ബേസ്, ഇങ്ങനൊരു ചിത്രം വെച്ച് കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ബി.ജെ.പിയിലേക്കോ എന്ന് ചോദിച്ചൊരു ചോദ്യം കേട്ടപ്പോഴുള്ള ഒരു ചിരിയുണ്ട്. ആ ഒരു സംഭാഷണം അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ട് തന്നെ, അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി തന്നെ റെക്കോർഡ് ചെയ്ത് നിങ്ങളെ അങ്ങ് കേൾപ്പിക്കുകയാണ്. ബിനീഷ് കോടിയേരി ബി.ജെ.പിയിലേക്കോ എന്നുള്ള ആ പ്രചരണത്തിന് എന്താണ് അടിസ്ഥാനമെന്ന് ബിനീഷ് കോടിയേരി തന്നെ പറയുന്നത് കേൾക്കും. ബിനീഷ് ബി.ജെ.പി പോകുന്നു എന്നൊരു വാർത്ത വരുന്നു. എല്ലാ ദിവസവും നമുക്ക് വലിയൊരു പിരിമുറുക്കുള്ള ദിവസമല്ലോ. ഈ പിരിമുറുക്കുള്ള ദിവസങ്ങൾ ഇങ്ങനെയുള്ള കോമഡികൾ കേൾക്കുമ്പോഴാണല്ലോ നമുക്കൊരു സമാധാനവും സന്തോഷമൊക്കെ കിട്ടുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ബോറായി പോകും. അപ്പൊ അത് നിൽക്കട്ടെ കുറച്ച് തമാശ. എല്ലാ ദിവസത്തെയും ഈ പറയുന്ന ടെൻഷന്റെ ഇടയിലേ കുറച്ച് തമാശകളും കൂടെ കേൾക്കട്ടെ, കുഴപ്പമില്ല. ഏത് ചടങ്ങായിരുന്നു ഈ പ്രചരിപ്പിക്കുന്ന ചിത്രം? അത് ഏത് ചടങ്ങായിരുന്നു? അത് ഞാൻ കണ്ടില്ല. അത് നമ്മുടെ ഓഫീസിന്റെ ഒരു ഇതല്ലേ, ഓഫീസിന്റെ ഉദ്ഘാടന സമയത്ത് ഒരു സീനിയർ അഡ്വക്കേറ്റ് നമുക്ക് ഭരണഘടന തരുന്ന നമുക്ക് 3 പേർക്കും കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് തന്നത്. ആ പുസ്തകം കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നെ അത് ഷോൺ ജോർജ് ഇവർക്കല്ല, ഇവർക്ക് നമ്മളുമായിട്ട് നല്ല സന്തോഷമാണല്ലോ. ഇപ്പൊ നമ്മളവിടെ നടക്കുന്ന നിലപാടുകളും മുസ്ലിം ലീഗിനും ബി.ജെ.പിക്കും കോൺഗ്രസിനും ഒക്കെ നമ്മൾ നിരന്തരമായിട്ട് ഇവരെ കൊണ്ട് ഇവർ പറയുന്ന കള്ളങ്ങൾ പൊളിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇവർക്ക് നല്ല സന്തോഷവും ഇവർക്ക് നല്ല സ്നേഹവും എന്റെ അടുത്തുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, ഈ ഷോൺ ജോർജ്, പി.സി. ജോർജ് എന്ന് പറഞ്ഞ ഷോൺ ജോർജ് പഴയ ലോ അക്കാഡമിയിലോ എന്തോ ഒപ്പം പഠിച്ച ആളാണല്ലേ? ഷോണും ഞാനും തമ്മിൽ വർഷങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചല്ലേ. അവനെ ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്ന, അവന്റെ നിലപാടുകൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരുത്തൻ ഞാനാ. അവന്റെ ഇപ്പൊ കൂട്ടത്തിൽ പോലും പൊളിറ്റിക്സ് സംസാരിക്കുമ്പോൾ ഞാനും അവനും തമ്മിലാണ് ഏറ്റവും കൂടുതൽ പറയുന്ന വാഗ്വാദങ്ങൾ ഉണ്ടാവാറ്. അപ്പൊ അവൻ അങ്ങനത്തെ ഒരു നിലപാട് തന്നെ അവനെ സുഹൃത്തെന്ന രീതിയിൽ അംഗീകരിക്കുകയും അവന്റെ നിലപാടിനെയും രാഷ്ട്രീയത്തെയും പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയും ചെയ്യും ഞാൻ. അത് അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെയല്ലേ കൊണ്ടുപോകാനും പറ്റുള്ളൂ. അതെ, അല്ല ഈ വ്യാജ പ്രചരണത്തിന് ആയുധമാക്കിയിരിക്കുന്നത് ഈ സൗഹൃദം പാർട്ടിക്കെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ട് ഒരു നിലപാട് പറയുമ്പോൾ പാർട്ടി ആ ഷോണ് പറയുന്ന എന്തെങ്കിലും നിലപാടിനെ എതിർക്കുമ്പോൾ അതിന്റെ മുന്നിൽ നിന്നിട്ട് അവനെ എതിർക്കാൻ നമ്മൾ ഉണ്ടാവില്ലേ? അല്ല, ഇതില് സൗഹൃദം, നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് പഠിച്ചതാണെന്നുള്ള ഒരു ബന്ധം മറച്ചു വെച്ചിട്ടാണ് ഈ ചിത്രം ഷോൺ ജോർജ് ഇപ്പൊ ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കാണല്ലോ അവർ പ്രചരിപ്പിക്കുന്നത്. നിങ്ങളൊന്ന് കൂടിക്കാഴ്ച നടത്തി എന്നുള്ള രീതിയിലാണ് ആ വ്യാജ പ്രചരണം. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കാര്യം ചോദിച്ചോട്ടെ. ഈ പറയുന്ന പോലെ എനിക്ക് അതിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ പറയുന്ന പദവിയും പണവും എല്ലാ സൗഭാഗ്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. എല്ലാം കിട്ടിയായിരുന്നു. ഒരൊറ്റ ദിവസം ഒരു ഉപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. ഇതായി പറയുന്നത് മാത്രം. ഞാനത് വേണ്ട തീരുമാനിച്ചിട്ട് നിന്നൊരുത്തനല്ലേ. അങ്ങനെ നിന്ന് എന്റെ അടുത്ത് ഇതെല്ലാം കൊണ്ട് വന്നാൽ ഞാൻ ഒരു അനങ്ങും എനിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാൻ ഇതില് മറ്റേ ലാലേട്ടൻ പറയുന്ന ഡയലോഗൊക്കെ ക്ലീശയായി പോകുന്നുണ്ട്. ഞാൻ ഒന്നും പറയാത്തില്ല. പക്ഷെ അതിനും നല്ലൊരു ഡയലോഗ് ഉണ്ട്. വലിയ പെരുന്നാളും വെള്ളിയാഴ്ചയും ഒന്നിച്ച് വന്നിട്ടും പാപ്പ പള്ളി പോയിട്ടില്ല എന്ന് പറയും നമ്മുടെ നാട്ടിൽ തലശ്ശേരിയിൽ. അത്രയേ ഉള്ളൂ ഇതിനകത്ത്. അല്ല, അതുപോലെ ഇതിന്റെ ഉള്ളിൽ ഒരു പൊളിറ്റിക്സ് കൂടെ മനസ്സിലാക്കേണ്ടത്, ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കള് ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്നതിനെ ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ ഒരു അതാണല്ലോ ഇവർ ചെയ്യുന്നത്. കോൺഗ്രസിലുള്ള നേതാക്കന്മാരും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ബി.ജെ.പിയിലോട്ട് പോകുന്നു. അപ്പൊ അങ്ങനെ ഇവിടെ നിന്നും ആരും പോകുന്നില്ലല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരുത്തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നു. അപ്പം എന്താ, അപ്പൊ പോകില്ല എന്ന് ഉറപ്പുണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവരെ പൂർണ്ണമായും തുറന്നെതിർക്കുകയും നിരന്തരം സമൂഹമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 1ഉം 2ഉം ഏതെങ്കിലും ഒരു ദിവസമല്ല, നിരന്തര സമൂഹമായിട്ട് ഈ കാര്യങ്ങൾ, ഇവർ പറയുന്ന കാര്യങ്ങളെയും ഇവരുടെ നിലപാടുകളെയും തുറന്നെതിർക്കുന്നുണ്ട്. അപ്പൊ നല്ല സ്നേഹം ഉണ്ടാവൂലേ? അല്ല, ജനങ്ങളെ എങ്ങനെയെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. കേട്ടല്ലോ, ആ ചിരിയുണ്ട്. ആ ചിരിയിൽ തന്നെ പരിഹസിച്ച് തള്ളുകയാണ്. അതായത് കോൺഗ്രസിലെ മുൻ മുഖ്യമന്ത്രിമാരുടെയും അല്ലെങ്കിൽ ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ മക്കളെല്ലാം നേരെ ബി.ജെ.പിയിലേക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അത് എ.കെ. ആന്റണിയുടെ മകനാകട്ടെ പോയി കഴിഞ്ഞു. കെ കരുണാകരൻ എന്ന മുഖ്യമന്ത്രിയുടെ മകളാകട്ടെ അവിടെ എത്തിക്കഴിഞ്ഞു, അവിടെ പണിയെടുത്തു തുടങ്ങിക്കഴിഞ്ഞു. ഇനി പോകാൻ നിൽക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഏത് മക്കൾ പോകുമെന്നുള്ളതാണ് ഇനി അറിയേണ്ട ഒരു കാര്യം. അങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കളെല്ലാം
അവർ കൂടണയുന്നുണ്ട്, അവർ സംഘപരിവാർ കേന്ദ്രങ്ങളിലേക്ക് ചേക്കേറുന്നു എന്നതിനെ സംബന്ധിച്ച് തിരിച്ച് ന്യായീകരിക്കാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ചിത്രമെടുത്ത് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ബിനീഷ് കോടിയേരി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അദ്ദേഹത്തിന് ഇത് കേട്ടപ്പോൾ തന്നെ മൊത്തം ചിരി വന്നു. കാര്യം ഒരു കണ്ടന്റും ഉണ്ടാക്കാൻ ഇല്ലാത്തപ്പോ ചില ആൾക്കാരുടെ പേരുകൾ സോഷ്യൽ മീഡിയക്കകത്തൊരു ഡിമാൻഡ് ഉള്ളത് കൊണ്ട് ആ പേര് വെച്ച് എന്തെങ്കിലും അങ്ങ് എഴുതി കൊടുത്താൽ അത് കുറച്ച് റീച്ച് കിട്ടും. അതാണ് അതിന്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യം. പിന്നീട് എന്താണ് ആ ചിത്രം, അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ചിത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, എല്ലാവരും വൈറ്റ് ഷർട്ട് ഇട്ടാണ് നിൽക്കുന്നത്. വൈറ്റ് ഷർട്ട് എന്ന് പറഞ്ഞാൽ ബിനീഷ് കോടിയേരി നേരത്തെ LLB പഠിച്ചിരുന്നു. ആ LLBയിൽ ബിനീഷ് കോടിയേരിക്കൊപ്പം പഠിച്ച വ്യക്തിയാണ് തൊട്ടടുത്ത് നിൽക്കുന്ന PC ജോർജിന്റെ മകനായിട്ടുള്ള ഷോൺ ജോർജ്. രണ്ടുപേരും ക്ലാസ്മേറ്റ്സ് ആണ്. അവർ അവരുടെ അഭിഭാഷക പഠനം പൂർത്തിയാക്കിയതിനു ശേഷം എൻറോൾ ചെയ്തു. എൻറോൾ ചെയ്തതിനു ശേഷം ഒരു സീനിയർ വക്കീലിന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയുമായി ചെന്നപ്പോ ഭരണഘടന എടുത്ത് ബിനീഷ് കോടിയേരിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നതാണ് ആ ദൃശ്യം. കാര്യം ഭരണഘടന വെച്ചിട്ടാണല്ലോ നിയമപരമായിട്ടുള്ള ഇടപാടുകൾ കോടതികളിൽ നടക്കുന്നത്. അപ്പോ അക്കാര്യത്തിന് വേണ്ടി കൊടുത്ത ചിത്രം എടുത്തിട്ട് ഇന്നിപ്പോ, അതായത് വർഷങ്ങൾക്ക് മുന്നേ, 3-4 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ചിത്രമാണ്. ഇന്നിപ്പോ ഷോൺ ജോർജ് BJPയിൽ എത്തിയിരിക്കുന്നത് കൊണ്ടും PC ജോർജ് BJPയിൽ ഉള്ളതും കൊണ്ട് ഇവർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം പുറത്തേക്ക് വിട്ടിട്ട് ഇത് BJPയിലേക്ക് പോകാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള സൗഹൃദം, അവർ തമ്മിലുള്ള ക്ലാസ്മേറ്റ്സ് ബന്ധം, ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ഇതാ BJPയിലേക്ക് പോകാൻ പോകുന്നു. വല്ലാത്ത ജാതി ടീംസ് തന്നെ കോൺഗ്രസ്. അതായത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇവർ എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. എന്തായാലും ഒരു കാര്യമുണ്ട്, കോൺഗ്രസുകാർ ആദ്യം പഠിക്കേണ്ടത് നിങ്ങളുടെ ഈ സൈബർ പോരാളികൾക്ക് കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇതാ കിട്ടിപ്പോയെ ബിനീഷ് കോടിയേരി നേരെ BJPയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് സ്വയം നാണം കെടുന്നത് ആരാണ്? പിന്നെ ഒരു കാര്യം, ഇടതുപക്ഷ നേതാക്കന്മാരെ മക്കളെ സംബന്ധിക്കുന്നിടത്തോളം അവരെ രാഷ്ട്രീയം പഠിപ്പിച്ച് വളർത്തിയിട്ടുള്ളതാണ്. ആശയത്തെക്കുറിച്ച് അവർക്ക് നല്ല വ്യക്തതയുണ്ട്. കോൺഗ്രസിന്റെ കഞ്ഞിക്കുഴി കണക്കല്ല. അതായത് അപ്പനോട് പോലും സ്നേഹമില്ലാതെ, അപ്പന്റെ പദവി പോലും നോക്കാതെ മോൻ ഇറങ്ങി നേരെ BJP പോയിട്ട് ആന്റണി ഇന്നും കോൺഗ്രസ്സുകാരനായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ, കെ കരുണാകരൻ പിന്നെ മരണപ്പെട്ടു, ഇനി അദ്ദേഹത്തെ പറയേണ്ട കാര്യമില്ല. ഉമ്മൻചാണ്ടിയുടെ മകൻ കൂടെ BJP കൊടുക്കുന്ന ഓരോന്നും പോയി കൈനീട്ടി വാങ്ങിക്കുമ്പോൾ അതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമല്ല. അവരെ സംബന്ധിക്കുന്നിടത്തോളം രാഷ്ട്രീയമായിട്ടോ സംഘടനാപരമായിട്ടോ യാതൊരു തരത്തിലുള്ള ധാരണയോ ബോധ്യവും ഇല്ലാത്തവരാണ്. പ്രിവിലേജുകളിൽ വളർന്നു, പ്രിവിലേജുകൾ കിട്ടാതെ വരുമ്പോൾ കിട്ടുന്നിടം തേടി പോകുന്നു. അതിനപ്പുറത്തേക്ക് കോടിയേരിയുടെ മക്കളെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, രാഷ്ട്രീയ കളരിയിൽ അഭ്യസിച്ച് വളർന്നവരാണ്. അവരെ സംബന്ധിച്ച് കൃത്യമായ സംഘടനാ ബോധമുണ്ട്, ആശയ വ്യക്തതയുമുണ്ട്. അല്ലെങ്കിൽ ആ കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത, അല്ലെങ്കിൽ കോടിയേരിയെ വേട്ടയാടാൻ വേണ്ടി ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയതിനെ മയക്കുമരുന്ന് കേസാക്കി 1 വർഷം ജയിലിലിട്ട സന്ദർഭത്തിൽ ബിനീഷിന് മറിച്ച് ചിന്തിക്കാമായിരുന്നു. അന്ന് വാപ്പ പള്ളിയിൽ പോയില്ല. പിന്നെയല്ലേ ഈ പെരുന്നാളെന്നോർത്തുള്ള ആ ചിരി തന്നെയാണ് ഈ കൃത്രിമ വിവാദങ്ങൾക്കുള്ള മറുപടി എന്ന് മാത്രമേ പറയാനുള്ളൂ.